ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ ഞാൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. ഇത് ചില്ലി ചിക്കൻ്റെ ഒരു ഫ്ലേവറിൽ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിയാണ്. പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. കുറേ പരത്തണം, അതുപോലെ അതിൻ്റെ ചുട്ടെടുക്കണം. അതൊന്നും ഇല്ല കേട്ടോ. നമ്മളെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളാട്ടോ. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ചില്ലി ചിക്കൻ്റെ ഒരു മസാലയുടെ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ചിക്കന് ഒരു 300 ഗ്രാം ചിക്കൻ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കട്ടാക്കിയിട്ട് വെക്കുക, കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അങ്ങനെ വെക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് ചേർക്കുന്ന സോയ സോസ് ആണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. സോയ സോസ് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ചില്ലി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സോയ സോസ് തന്നെ കുറച്ച് ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലാണ് ഓർത്തത് പെപ്പർ പൗഡർ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടി നേരത്തെ ഇട്ട് കൊടുക്കുക. ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നാണെങ്കിൽ തീരെ സമയമില്ലാത്ത ആൾക്കാർ ഒരു 10 മിനിറ്റ് എല്ലാം വെച്ചാൽ മതി കേട്ടോ. മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഉപ്പൊക്കെ അതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ഉപയോഗിച്ചത്. പിന്നെ 2 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിങ്ങനെ പറയുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് അധികമായി തോന്നും. പക്ഷേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇത്ര സിമ്പിളായിട്ടുള്ള ചട്ടിപ്പത്തിരി വേറെ ഉണ്ടാവില്ല. കാരണം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും കൂടെയാണ് ഈ ഒരു ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് കേട്ടോ. ഉള്ളി നല്ലതായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് മാറ്റി വെച്ച മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇങ്ങനെ പിന്നെ നമുക്ക് തീ ഒന്ന് ചൂടായതിനു ശേഷം തീ ഒന്ന് മീഡിയം, ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. എന്നാലും ഇതൊന്ന് കുക്കായി കിട്ടുള്ളൂ. പിന്നെ ചിക്കൻ ആക്കി കട്ടാക്കിയോണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഫുള്ളായിട്ട് കുക്ക് ആവണതിന് മുമ്പ് തന്നെ ഞാൻ അതിലോട്ട് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സോയ സോസ് ഒക്കെ ആട്ടോ ഇതിന് ആ ഒരു ചില്ലി ചിക്കൻ്റെ ഫ്ലേവർ കൊടുക്കണം. അപ്പോൾ എന്തായാലും സോയ സോസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതും അതുപോലെ തന്നെ ഇതിലോട്ട് ഇനി ക്യാപ്സിക്കം ചേർക്കാണ്ട്. അപ്പോൾ അതൊക്കെയാണ് നല്ല ടേസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. കാരണം ചിക്കൻ ചെറുതാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ക്യൂബാക്കി കട്ടാക്കിയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാപ്സിക്കും അതുപോലെ തന്നെ ക്യാരറ്റുമാണ്. ഞാൻ 2 തരം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഗ്രീനും അതുപോലെ തന്നെ ഒന്ന് റെഡും എടുത്തിട്ടുണ്ട്. എല്ലാം എനിക്ക് നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ എത്ര നിങ്ങൾക്ക് മസാല കുറച്ച് കൂട്ടിയിടുന്നതാണോ കുറവിടുന്നതാണോ ഇഷ്ടം ഓരോരുത്തരും ഇഷ്ടം പോലെ. ഞാൻ എല്ലാം 1/2 കപ്പ് വീതം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ട് ചീകി എടുത്തതാണ്. അതുപോലെ തന്നെ ചെറുതാക്കി കട്ടാക്കി എടുത്താൽ കേട്ടോ. ക്യാപ്സിക്കം എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ക്യാപ്സിക്കം ഈ ഒരു സോയ സോസ് ഒക്കെ ചേരുമ്പോഴാട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2 തരം ക്യാപ്സിക്കം എടുത്തത്. നിങ്ങൾക്ക് ഇനി വേറെ കളർ യെല്ലോ കളറൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് യെല്ലോവും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ബാക്കി കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. സോയ സോസ് നേരത്തെ ചേർത്തുകൊണ്ട് അതിൽ ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് നന്നായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുക്കാവാൻ നിൽക്കണ്ട. കാരണം അതിന് കുക്ക് ആവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ അതിലോട്ട് ചേർക്കേണ്ട ടൊമാറ്റോ സോസ് ആട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചില്ലി സോസ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിൽ കൂടുതൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി എടുക്കുക കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കണ്ട. ചെറിയൊരു വെറ്റായിട്ട് തന്നെ കിടക്കണം. പക്ഷെ കൂടുതൽ ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് മാത്രം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ എല്ലാം മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചില്ലി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനായാൽ മതി കേട്ടോ. കുറച്ചൊരു വെറ്റായിട്ട് നിൽക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്തായിട്ട് ഞാൻ ഇതിലോട്ട് നമുക്ക് പത്തിരിയൊക്കെ, അപ്പോൾ നിങ്ങൾ പത്തിരി വെച്ചിട്ടുണ്ട്. പത്തിരി മീൻസ് നമ്മൾ മൈദൻ്റെ പത്തിരി ഉണ്ടാക്കുമല്ലോ, അതാണെങ്കിൽ അത് മുക്കാൻ വേണ്ടിയിട്ടൊരു നമ്മൾ മുട്ടേൻ്റെ ബാറ്റർ ഉണ്ടാക്കുമല്ലോ, അതാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്.
ഇവിടെ ഞാൻ ഇതാ സമൂസ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മൈദന്റെ അപ്പം ഒന്നും ഉണ്ടാക്കുന്ന ആ ഒരു ഇതില്ല കേട്ടോ. ചപ്പാത്തി ചുട്ടെടുക്കണ പണിയൊന്നുമില്ല. ഈ ഒരു സമൂസ ഷീറ്റ് ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ എടുത്തൊക്കെ ഇപ്പം സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങി വെക്കുമല്ലോ സമൂസ ഷീറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് ബാക്കിയാവണത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ചട്ടിപ്പത്തിരി പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, സമൂസ ഷീറ്റ് ബാക്കിയാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുട്ടയുടെ മിക്സിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലിട്ട് ഒരു വലിയൊരു 2 ടേബിൾ സ്പൂൺ പാൽ മതിയാവും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമുക്ക് നമ്മൾ ഏത് പാനാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പം നിങ്ങളുടെ അടുത്ത് അടിവശം ഒന്ന് പരന്നിട്ടുള്ള പാൻ ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അതിലൊന്ന് ചെറുതായിട്ട് ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തടവി കൊടുക്കുക. എന്നിട്ട് ഞാൻ അതാ ഇവിടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള സമൂസ ഷീറ്റ് ആട്ടോ. നിങ്ങളെടുത്ത് റെഡിമെയ്ഡ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി. എന്നിട്ട് പരന്ന പാനാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്താ പറയുക ഈസി ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാനിന് കണക്കാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എത്രയാണോ വരുന്നത് ആ ഒരു അളവിന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാന് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ മുട്ടയുടെ ആ ഒരു ബാറ്ററില്ലേ അതും എടുത്ത് വെക്കുക. അപ്പോൾ അത് 2 പാത്രം ഇങ്ങനെ എടുത്തു വെക്കാൻ പറയുന്ന മുട്ടയിൽ ഇങ്ങനെ നമ്മളെ ഇതില്ലേ സമൂസന്റെ ഷീറ്റ് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു പാനിലോട്ട് വെക്കുക. അപ്പോൾ എടുത്ത് തന്നെ വെക്കാൻ പറയുന്ന മുട്ടന്റെ ഈ ഒരു ബാറ്ററി എടുക്കും ഉറ്റി താഴെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഒലിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതൊന്നും വൃത്തികേടാവുന്നില്ല. എന്നിട്ട് ഈ ഒരു സമൂസ ഷീറ്റ് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാകത്തിന് ഈ ഒരു താഴെ മുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ അത്യാവശ്യം നല്ല ഫില്ലിങ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചില്ലി ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ഈ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് അടിവശം അത്ര അങ്ങോട്ട് പരന്നിട്ടില്ല കേട്ടോ. കുറച്ചൊരു കർവ്ഡ് ആയിട്ടുണ്ട് എൻ്റെ ഈ ഒരു പാനിൽ. അപ്പോൾ നിങ്ങൾക്ക് അടിവശം പരന്ന പാനാണെങ്കിൽ ഒന്നും കൂടെ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവില്ലേ. അപ്പോൾ ഈ പാനൊക്കെ ആകുമ്പോൾ സൈഡിൽ ഇങ്ങനെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സമൂസ ഷീറ്റ് കട്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടാവില്ലേ, ആ ബാക്കിയുള്ള ചെറിയ പീസുകളൊക്കെ ഈ ഒരു സൈഡിലൂടെ ഉള്ളത് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം പറയുമ്പോൾ എനിക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കണ്ടോ. അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നൊന്നും കാണില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കവർ ചെയ്ത് വരുമ്പോൾ അതൊന്നും കാണില്ല. നമ്മൾ ശരിക്കും നമ്മൾ സാധാ ചപ്പാത്തി ഇങ്ങനെ ആ ഒരു പത്തിരി ചുട്ടെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, ആ ഒരു അതുപോലെ തന്നെ ആട്ടോ ഉണ്ടാവുക. ഈ ഒരു സമൂസ ഷീറ്റ് വെച്ചാൽ ഉണ്ടാക്കിയെന്ന് ആരും പറയില്ല. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഇല്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു മുട്ടയുടെ ബാറ്റർ ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയുടെ മിക്സ് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനൊന്നും ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയും കൂടെ ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അടുപ്പത്ത് ഇങ്ങനെ നമ്മൾ അടുപ്പിൽ വെക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സിമ്പിളാട്ടോ. നമുക്ക് പറയുമ്പോൾ ഒരുപാടായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര സിമ്പിളാണ്. കാരണം ഇപ്പം എല്ലാവരുടെ വീട്ടിലുണ്ടാവും സമൂസ ഷീറ്റും. അതുപോലെ തന്നെ സമൂസ ഷീറ്റ് ബാക്കിയായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് നോമ്പ് ലാസ്റ്റ് ആകുമ്പോൾ ഈ സമൂസ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഒക്കെ പോകില്ലേ. അപ്പോൾ ഈ ബാക്കിയുള്ള ഷീറ്റ് പിന്നെ വെറുതെ തട്ടി കളിച്ച് കളയാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി സ്നാക്കും അതുപോലെ തന്നെ സമൂസ ഷീറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്തും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ താഴെ ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ചട്ടിപ്പത്തിരിൻ്റെ ചട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. എനിക്ക് ഇവിടെ മൊത്തം ഒരു 25 മിനിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ടൈം. നിങ്ങൾക്ക് ചിലപ്പോൾ അടി ഇങ്ങനെ പരന്ന പാത്രമാകുമ്പോൾ ചിലപ്പോൾ അത്ര ടൈം എടുക്കൂല. അപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ചെറുതായിട്ടൊരു കളറും ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അതായിട്ടുണ്ടെന്ന്. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകൾ ഭാഗമല്ലേ അത് താഴോട്ടാക്കിയിട്ട് വേറെ പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടും. അപ്പോൾ ഇത് റെഡി ആവും കേട്ടോ. ഇത് നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്ടിപ്പത്തിരി കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ചില്ലി ചിക്കൻ്റെ ഒരു ഫ്ലേവർ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കട്ടാക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പാനിൽ എടുത്ത പാടേയും കട്ടാക്കിയപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ പോകുന്നിട്ടോ. എനിക്ക് കട്ടാക്കുമ്പോൾ കുറച്ച് ചൂടൊക്കെ അറിയിനേഷൻ കട്ടാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.